കൈ നോക്കി കാര്യങ്ങൾ സിനിമ സ്ക്രീനിൽ കാണും പോലെ ക്ലിയർ ആയിട്ട് പറയും. ഒന്ന് നോക്കി പറയട്ടെ ചേട്ടാ. ഈ കൈ നോക്കി. ഈ കൈ നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ കരിയലിൽ മൂത്രം ഒഴിക്കുമ്പോ പറ സൗണ്ട് കേൾക്കാറുണ്ടോ? രാത്രി കിടന്നുറങ്ങുമ്പോ കണ്ണടയ്ക്കാറുണ്ടോ? എന്റെ അമ്മേ, ചിരിക്കുമ്പോ പല്ല് പുറത്ത് കാണാറുണ്ടോ? ഇത് തന്നെയാണ് നിന്റെ അസുഖം. നീ ഇയാളെ കാണണ്ട, നീ വല്ല മാനസിക ഡോക്ടർ പോയി കാണും. എന്നാ ചേട്ടന്റെ കൈ നോക്കട്ടെ. ചേട്ടന്റെ കൈ നോക്കണ, എന്റെ മുഖം നോക്കി ലക്ഷണം പറയൂ. മുഖം കരിങ്കുറുങ്ങിന്റെ മാതിരി കറുപ്പാണെങ്കിലും ചേട്ടന്റെ മനസ്സ് വെള്ളയാണ്. ചേട്ടൻ ആർക്ക് ഉപകാരം ചെയ്താലും അത് ചേട്ടന് പാരയായി തന്നെ വരും. കർത്താവേ, എടാ ഇയാൾ എത്ര കറക്റ്റായിട്ട് കാര്യം പറയണേ. ഞാൻ ഇന്നലെ എന്റെ കൂട്ടുകാരൻ ഒരു പെഗ് മേടിച്ചു കൊടുത്തും അത് കുടിച്ചതും അവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചോടാ. അതിപ്പോ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല. നിന്നെ കണ്ട ആർക്കായാലും തന്തയ്ക്ക് വിളിക്കാൻ തോന്നും. ബാസ്റ്റഡ്. ഞാൻ കുത്തു വെച്ചു കേട്ടോ. ചേട്ടേ, ഇനി എന്റെ കൈ ഒന്ന് നോക്കിയേ. ഇതൊരു അത്ഭുത കൈയാണല്ലോ. ആയുർരേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ ഒന്നുമേ കാണല്ലേ. അയ്യോ, അതാരുണ്ടേ? നീ എടുത്തോ. ഇവന്റെ ആയുസ്സും ബുദ്ധിയും ഹൃദയവും ഒക്കെ ഓയിലിൽ കലങ്ങിപ്പോയതാ. ഇപ്പൊ വെറും കരുതിയ പോലെയാ. ശരിയാ. എന്താ ഇവിടെ? വാട്ട് ഈസ് എ പ്രോബ്ലം? എന്താ ജോലി ചെയ്യാതെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഏതായി ആസാമി? എന്താ ഇയാളുടെ വണ്ടിക്ക് രോഗം? ഡോക്ടർ, നല്ല കണ്ടീഷൻ ജോലിസിനാ. മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ ബടി ബടി പോലെ പറയും. ആമാ സാർ, കറക്റ്റ് ആയിട്ട് പറയും. ആഹാ, എന്നാൽ എന്റെ മുഖത്ത് നോക്കി പറ. ഒഴിഞ്ഞു കിടക്കുന്ന എന്റെ വീടിന് കൃത്യമായിട്ട് വാടക തരുന്ന ഒരു കണ്ടീഷൻ പാർട്ടിയെ കിട്ടോ? ഏത് എഡീഷൻ പാർട്ടി? കിടക്കും സാർ. ആദർശധീരനും കലാകാരനുമായ ഒരു യുവകോമളനായിരിക്കും വരുന്നത്. അയ്യോ, ആരായിരിക്കാം മഹാഭാവി? ആനാ ഒരു ചിന്ന പ്രശ്നം. അയൽവാസി ആരോ അവർക്ക് അവൻ പാരയായിരിക്കും. ഐ ഡോണ്ട് കെയർ. അതെനിക്കൊരു പ്രശ്നമല്ല. ഈ അലവലാദികൾ തന്നെയാണ് അവിടുത്തെ ദരിദ്രവാസികൾ. ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്ന ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാനാണോ പരിപാടി? ഒരു കാര്യം പറഞ്ഞേക്കാം, സമയം എടുക്കരുത്. പോയ സാറ് ரொம்ப കോപക്കാരനാണേലും മുഖത്ത് രാജയോഗമുണ്ട്. വെറുതെ. ആനയും അമ്പാരിയും ഉള്ള ഒരു പെണ്ണ് വന്ന് കേറും. അപ്പൊ അതുമല്ല, ആനപ്പാപ്പന്റെ മോളായിരിക്കും. ആമാ സാർ. പോത്ത് പോലെ ഒന്നും മാറട്ടെ. എന്താ വക്കീലെ, നന്ദിനിക്കുട്ടി വന്നില്ലേ? അഡ്വക്കേറ്റ് പൗലോസ് മണവാളൻ ഒരു കാര്യം ഏറ്റതാ. പിന്നെ അതിൽ അപ്പീലില്ല. എന്താ എല്ലാവരും പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണേ? ഈശ്വര, വിശ്വസിക്കാനേ കഴിയണില്ല. ഇത് നമ്മുടെ നന്ദിനിക്കുട്ടി തന്നെയാണോ? ഒരു വിശ്വാസക്കുറവും വേണ്ട. കാർത്യാനി കുഞ്ഞമ്മയുടെയും ദേവിക കുഞ്ഞമ്മയുടെയും ഒരേ ഒരു സഹോദരൻ മാധവ മേനോന്റെ ഒരേ ഒരു മകൾ നന്ദിനിക്കുട്ടി തന്നെ ഇത്. അതിന് ഞാൻ ഗ്യാരണ്ടി, ലൈഫ് ടൈം ഗ്യാരണ്ടി. എന്റെ മനസ്സിൽ ഇപ്പോഴും ഇച്ചിരി പോന്ന കുട്ടിയാ. കുട്ടി കാനഡയിൽ തന്നെയാണോ വരുന്നത്? എന്താ ശങ്കരമേനെ അങ്ങനെ ഒരു ചോദ്യം? അല്ല, മാനത്തുനിന്നെങ്ങാനും പൊട്ടി വീണതാണോ എന്നൊരു സംശയം. സംശയിക്കണ്ട, കാനഡയിൽ നിന്ന് മാനത്തേക്ക് പറന്ന് ഭൂമിയിലേക്ക് വന്നിറങ്ങിയതാ. എന്തൊരു ചിരി. അല്ല, ഇങ്ങനെ വിശേഷങ്ങൾ മുഴുവൻ വാതിക്കെ തന്നെ നിർത്തി ചോദിച്ച് ശ്വാസം മുട്ടിക്കണമെന്നില്ല. നന്ദിനി നീ എവിടെയും പോണില്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. ഈശ്വര, അതങ്ങ് മറന്നു. അവിടെ തന്നെ നിൽക്കേ. അയ്യോ, ആരുടെയൊക്കെ കണ്ണുവിട്ടിട്ടുണ്ടോ എന്തോ. അമ്മൂട്ടി ഒഴിഞ്ഞ. എന്നെ ഓർമ്മയുണ്ടോ നന്ദിനിക്ക്? കാർത്തിയാനി അമ്മയുടെ ഡോട്ടർ അമ്മക്കുട്ടി ചേച്ചി. എന്നെ മനസ്സിലായോ? ഞാൻ വിചാരിച്ചേ കാനഡയിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും മലയാളം പോലും ഓർമ്മയുണ്ടാവത്തില്ലെന്ന്. എനിക്ക് എല്ലാവരും നല്ല ഓർമ്മയുണ്ട്. ദേവകി അമ്മായി, ശേഖരമ്മ,
കാർത്തിയാനി അമ്മായി, ശങ്കരൻ മാമ, അമ്മ ചേച്ചി. പറഞ്ഞ പോലെ രാജേന്ദ്രൻ എവിടെ? അവൻ എന്തോ കാര്യത്തിന് തിരുവനന്തപുരത്ത് പോയിരിക്കുക. അതെന്തൊരു പണിയാ കാണിച്ചത്? നന്ദിനി ഇന്ന് എത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. പുള്ളിക്കാരന്റെ കാര്യമൊന്നും പറയണ്ട. നന്ദിനി വാ. ഇതാ നന്ദിനിക്കുട്ടിയുടെ മുറി. എങ്ങനെയുണ്ട്? അവിടുത്തെ പോലെ സൗകര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ രണ്ടുമൂന്ന് പെട്ടി ഗോവണി വെച്ചാനുണ്ടെങ്കിൽ എന്റെ അടുക്കള കൂട്ടി പോകും കുഞ്ഞ്. ഞാൻ സഹായിക്കാം. വേണ്ട, ഞങ്ങൾ എടുത്തു വെച്ചോളാം. നന്ദിനി ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആകെ. ഓക്കെ. അപ്പോ കുട്ടീനെ ഇവിടെ തന്നെ സ്ഥിരതാമസാക്കാൻ പോവാണോ? പിന്നല്ലാതെ. കാനഡയിൽ ഇനി അവൾക്ക് ആരാ ഉള്ളത്? പിന്നെ നന്ദി ഡിഫാക്ടോ ഗാർഡിയൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. മരിക്കുന്നതിന് മുമ്പ് മാധവ മേനോൻ ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം അദ്ദേഹത്തിന്റെ ഇവിടത്തെ സ്വത്തുക്കളുടെ മുഴുവൻ അവകാശി നന്ദിനിയാണ്. അല്ല, അതിപ്പോ എങ്ങനെ ശരിയാവുക? എന്താ ശരിയാവാണ്ട്? അല്ല, മാധവൻ തന്നെയാണ് അത് എഴുതിയിരിക്കണെന്ന് എന്താ തെളിവ്? വിട്ടിത്തം പറയാതെ മേന്നെ, ഇതിനൊക്കെ ചില വകുപ്പുകളും നിയമങ്ങളൊക്കെ ഉണ്ട്. നോട്ടറി പബ്ലിക്കിന്റെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള വിൽപ്പത്ര. അപ്പൊ പെങ്ങളുമാരെ ഞങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ നേരത്തെ പിടിച്ചു വാങ്ങിയില്ലേ? പിന്നെ പാരമ്പര്യ സ്വത്തൊന്നും അല്ലല്ലോ. അന്യനാട്ടിൽ കിടന്ന് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഇത് മുഴുവൻ അനുഭവിക്കാനുള്ള അർഹത നന്ദിനിക്കുട്ടിക്ക് മാത്രം. ഇത്രയും കാലം സ്വന്തം മുതൽ പോലെ അനുഭവിച്ചത് പോരെ? ഈ നസ്രാണിയെ മാധവൻ സ്വന്തം വക്കീലാക്കിയെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുമെന്ന്. കാർത്തിയാനി കുഞ്ഞമ്മേ, കൈലാസ വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടോ? അങ്ങനെയുണ്ട് ഒരു ചൊല്ല്. ഉണ്ട്. ഭാര്യമാരുടെ കീഴിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല എന്നാ കേട്ടോളൂ. ഈ കൈലാസത്തിൽ ഒരു ശുദ്ധി കലശം നടത്താൻ എന്റെ തീരുമാനം. അവകാശപ്പെട്ട സ്വത്തുക്കൾ ആ കുട്ടി തന്നെ അനുഭവിക്കും. ഈശ്വരോ രക്ഷതു. ദേവി രക്ഷിക്കണേ, സർവേശ്വരി. ഈ സ്വത്തുക്കളെല്ലാം അനുഭവിക്കാനുള്ള യോഗം എനിക്ക് തന്നെ ഉണ്ടാവണേ മഹാമായേ. നീ വന്ന വഴിക്ക് എന്റെ കാനടയ്ക്ക് തിരിച്ചു പോയോ? നന്ദിനി കുഞ്ഞെ, കുഞ്ഞെ കഥ തുറന്നേ. ഇത് ഞാനാ, മീനു. ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഒന്ന് മാറുമെന്ന് വെച്ചോട്ടെ. എനിക്ക് വയ്യ. അയ്യോ, അങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണാവും കുഞ്ഞെ. നന്നായിട്ടുണ്ടല്ലേ? എനിക്കും തോന്നി. ഇതൊക്കെ ഇട്ടൊരു ചെത്തി എത്തണമെന്ന് കുറെ കാലം കൊണ്ട് വിചാരിക്കുന്ന. ഇവിടുത്തെ കുഞ്ഞമ്മമാര് സമ്മതിക്കണ്ടേ? ഇതിപ്പോ കുഞ്ഞു കൊണ്ടുവന്നു ഒരു നമ്പർ ഇറക്കിയുണ്ടല്ലേ. നമ്പറോ? അയ്യോ, അല്ലാതെ ഈ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് പിഴച്ചു പോകാൻ പറ്റുമോ? കാഴ്ച ബംഗ്ലാവോ? ആ, പേര് ശ്രീവത്സം ബംഗ്ലാവെന്നാണെങ്കിലും ശരിക്കും ഇതൊരു കാഴ്ച ബംഗ്ലാവ് തന്നെയാ. ഒരല്പം മനുഷ്യപ്പറ്റുള്ളത് അമ്മൂട്ടി കുഞ്ഞിന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആനയും കുതിരയും പുലിയും സിംഹവും കടുവയും കരടിയും ഒക്കെയാ. എന്തിനാ മീനാക്ഷി ഇങ്ങനെയൊക്കെ പറയണേ? അവരൊക്കെ വെറും പാവങ്ങളല്ലേ. എന്നോട് എന്ത് സ്നേഹമായിട്ടാ പെരുമാറുന്നേ? പിന്നെ അല്ലാതെ മേലനങ്ങാതെ കൊച്ചിന്റെ അച്ഛന്റെ പുട്ടടിച്ചോണ്ട് കഴിയുന്നവർക്ക് പിന്നെ എന്താ സ്നേഹമായിട്ട് പെരുമാറിയാല്? വാട്ട്? പുട്ടോ? വാട്ടുപുട്ടല്ല, അരിപ്പുട്ട്. അയ്യോ, കാനഡയിൽ ഇനി പുട്ടില്ലായിരിക്കും. സാരമില്ല, ഇപ്പൊ തന്നെ മീൻ ഉണ്ടാക്കി തരാം. അയ്യോ പഞ്ചാര അമ്മച്ചി. മീനാക്ഷി, വാഴപ്പിണ്ടി നീര് റെഡി ആയോ? ഇപ്പൊ കൊണ്ടുവരാങ്ങന്നേ. ഹലോ, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഉറക്കമൊക്കെ സുഖമായിരുന്നോ മോളെ? ഓ യെസ്. മീനാക്ഷി, ഉടനെ കൊണ്ടുവരണേ. ചെന്നാട്ടെ ചെന്നാട്ടെ ചെന്നാട്ടെ.